എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി, അത് കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ്. പലപ്പോഴും പല നേതാക്കന്മാരും അതിനെ വിളിച്ചിട്ടുള്ളത് BJPയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെയുള്ളതൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ചില അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കരിമണൽ കർത്തയുടെയും അതുപോലെ തന്നെ എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയൻ്റെ കമ്പനിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും CMRലും എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അന്വേഷണം നടത്തുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ടൊരു 40 കോടി രൂപയിലധികം വരുന്ന കണക്കില്ലാതെ അക്കൗണ്ടിൽപ്പെടുത്താതെ ഇങ്ങോട്ട് വന്നിട്ടുള്ള വരവ് ൻ്റെ പണവും അതുപോലെ അത് പണമായി മറ്റ് നേതാക്കന്മാർക്ക് കൊടുത്തതോ ഒന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഏതാണ്ട് 100 കോടി രൂപയോളം വരുന്ന പണം ഇവിടെയുള്ള പല ആളുകൾക്കും വേണ്ടി 135 കോടി രൂപയോളം വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ അന്വേഷണത്തിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇൻകം ടാക്സിൻ്റെയൊക്കെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെയൊക്കെ അന്വേഷണത്തിലൊക്കെ കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെയൊക്കെ രേഖകളിലൊക്കെ ഉള്ളതാണ്. ആ രേഖകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 16 കോടിയോളം രൂപ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ നമുക്കറിയുന്നത് പോലെ നിരവധി നേതാക്കന്മാർ, അതിൽ ഇപ്പോൾ ലിസ്റ്റൊന്നും ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. സതീശൻ 5 ലക്ഷവും കുഞ്ഞാലിക്കുട്ടി 50 ലക്ഷവും മുതലുള്ള നിരവധി സംഖ്യകൾ മേടിച്ചവരുടെ പേരുകളുമൊക്കെ അതിനകത്തുണ്ട്. പിണറായി വിജയനുണ്ട്, VS അച്യുതാനന്ദൻ്റെയൊക്കെ അടക്കം ആളുകളിലേക്കുണ്ട്, സംഭാവനകളായി കൊടുത്തതാണ്. കൂടാതെ നിരവധി മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അന്വേഷിക്കുന്നതിനേക്കാൾ താല്പര്യം നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എപ്പോഴും ഉള്ളത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇന്ന് രാവിലെ ഏതാണ്ട് 10:30 പിണറായിലെത്തുകയും പിണറായിയുടെ വില്ലേജ് ഓഫീസിൽ പോവുകയും അവിടെ വീണ തൈക്കണ്ടിയുടെ പേരിലുള്ള 80 സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ തേടുകയും അതിൻ്റെ കരമടച്ച റെസീപ്റ്റൊക്കെ തന്നെ അവർ മേടിക്കുകയൊക്കെ ചെയ്തു. ഇനി അവർ തന്നെ കരമടച്ച റെസീപ്റ്റ് മേടിച്ചോ അതോ പഴയ റെസീപ്റ്റിൻ്റെ കോപ്പി മേടിച്ചോ എന്ന് നമുക്കറിയില്ല. പഴയ റെസീപ്റ്റിൻ്റെ കോപ്പി ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, അടുത്ത തവണ ഒരു വലിയ വാർത്ത കൂടി നിങ്ങൾക്ക് മിക്കവാറും കേൾക്കാൻ കഴിഞ്ഞേക്കും. ആ കേൾക്കാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ മകളായിട്ടുള്ള വീണ തൈക്കണ്ടിയിലെ 80 സെൻറ്റ് സ്ഥലം കൂടി എന്ത് ചെയ്തിരിക്കുന്നു, അവരുടെ പേരിലേക്ക്, അതായത് സീസ് ചെയ്തിരിക്കുന്നു, അവർ റിസർവ് ചെയ്തിരിക്കുന്നു, അവരുടെ പേരിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ അത് കണ്ടുകെട്ടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മിക്കവാറും വാർത്തകളായിട്ട് ഉടനെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ പരിശോധിക്കുകയും സ്ഥലം ചെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 1,72,00,000 രൂപ പണമായിട്ടും ബാക്കി ചില ലോണുകളായിട്ട് അവർ പണം മേടിച്ചിട്ടുണ്ട്. അതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 2.5 കോടി രൂപയിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ പണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇത്രമാത്രം ശുഷ്കാന്തി കാണിക്കുകയും ബാക്കിയുള്ള പണങ്ങളിൽ എന്തുകൊണ്ട് ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. ആ രാഷ്ട്രീയം മാത്രമാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. അല്ലാതെ ടെക്നിക്കലി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ എക്സാലോജിക്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ CMRLൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമല്ല. ഇതിൽ വളരെ നിയമപരമായി 2 കമ്പനികൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വൈറ്റ് മണിയായി തന്നെ ബാങ്കിലൂടെ മേടിച്ചിട്ടുള്ള പണമാണ് വീണ വിജയൻ മേടിച്ചത് എന്നുള്ളതെല്ലാം തന്നെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മണി ലോണ്ടറിങ്ങിൻ്റെ അംശമുണ്ട് എന്നുള്ളതാണ് PMLA ആക്ട് പ്രകാരം നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ വീണ വിജയൻ്റെയൊക്കെ അറസ്റ്റ് ഉണ്ടാകും, അതുപോലെ പിണറായി വിജയൻ ജയിലിൽ പോകുമെന്നൊക്കെ വ്യാമോഹിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്, നമുക്കറിയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിൽ നടക്കാൻ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത്, പിണറായി വിജയൻ്റെ വിശ്വാസ്യത വീണ്ടും വീണ്ടും ഇടിക്കുകയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം ഇടിക്കാൻ വേണ്ടിയിട്ട് മകൾക്കെതിരെയുള്ള ഈ കേസ് ഒരു ആയുധമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ AC മൊയ്തീൻ്റെയൊക്കെ പണം കണ്ടുകെട്ടി എന്ന് പറയുന്ന പോലെ ഇവരുടെയൊക്കെ പണം കണ്ടുകെട്ടാനുള്ള ശ്രമം ഉണ്ടാവും. കൂടാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുണ്ടാവും, വലിയ കോലാഹലങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPMലൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്ന സഖാക്കളായിട്ടുള്ള പ്രത്യേകിച്ചും ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള നിരവധി ആളുകൾ ആ വിശ്വാസം നിന്ന് ഇപ്പം തന്നെ വലിയ കുറവ് വരുത്താൻ 10-20 കൊല്ലങ്ങൾ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ നിരവധി യൂട്യൂബ് ചാനലുകളിലൂടെയും അതുപോലെ ചില മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടിട്ടാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് 19 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം UDFും LDFും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയ ഡിഫറൻസാണ്. കഴിഞ്ഞ തവണയൊക്കെ ജയിക്കുമ്പോൾ പോലും 12 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരം വോട്ടുകളുടെ കൂടി സ്വാധീനിക്കാൻ കഴിയുകയും ഇവരൊക്കെ അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കാൻ കഴിയുകയും അങ്ങനെ കഴിഞ്ഞതിൻ്റെ ഭാഗമായി BJPക്ക് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുകയും ചെയ്യുമോ എന്നുള്ളതിൻ്റെ
ഒരു പരിശ്രമം കൂടിയാണ് ഇപ്പോൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് രാവിലെ എത്തി പരിശോധന നടത്തുന്നതുമൊക്കെ തന്നെ. ഇതൊരു വലിയ വാർത്തയായി ഇന്നടക്കം മാറിയിട്ടില്ല. വാർത്തയായി മാറാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു വലിയ വാർത്തയായി വീണ്ടും അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് കണ്ടുകെട്ടുന്ന ദിവസമായിരിക്കും എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞോട്ടെ. അന്ന് ഇത് വളരെ കൃത്യമായി ലീക്ക് ചെയ്ത് പുറത്തേക്ക് വിടുകയും ഇത് ഏഷ്യാനെറ്റിലും മീഡിയ വണ്ണിലുമൊക്കെ അതിഗംഭീരമായിട്ടുള്ള വാർത്തകളായി വരികയും ആ വാർത്തകളുടെ കിടക്ക് കൂടി ഇപ്പോഴുള്ള ഗവൺമെൻറ്റിന് ചില സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് മാത്രമേ തൽക്കാലത്തേക്ക് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിലേക്ക് ഏറ്റവും നടന്നെടുക്കുന്ന ED യാണ് നമ്മൾ കണ്ണൂരിൽ കാണുന്നത്. അതോടുകൂടി കുറച്ചുകൂടി ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ കാണും. ഇതൊക്കെ പക്ഷേ പ്രതിരോധിക്കാൻ CPM-ന് എത്രത്തോളം കഴിയും, ഇതിലേക്ക് നിന്ന് നേട്ടമുണ്ടാക്കാൻ BJP-ക്ക് എത്രത്തോളം കഴിയുമെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം തന്നെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ VD സതീശൻ വന്നതിന് ശേഷം അവരൊരു പ്രക്ഷോഭ പരിപാടികളിലുമില്ല, ഒരു പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും അവർ ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ CPM ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ഉപകരണമായി, അവരെ കുറച്ചുകൂടി ക്ഷയിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി കാണുകയും ആ ലെവലിലേക്ക് അടുത്ത തവണ ഒരു വലിയ പ്രതിപക്ഷമായിട്ടെങ്കിലും BJP ഉയർന്നു വരികയും ആ BJP പ്രതിപക്ഷമാകുമ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്യുമ്പോൾ കുറേ കൂടി വേഗത്തിൽ അവരുടെ വളർച്ച ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 2029 മുമ്പുള്ള ഒരു ചെറിയ ഒരു പരിപാടി കൂടിയാണിത്. 2029 ഏതാണ്ട് BJP വലിയ പെർസെൻറ്റേജിൽ വോട്ട് കൂട്ടുകയും ഏതാണ്ട് CPM-നോടൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ വാനോളം ഉയരും. അതിലേക്കുള്ള ഒരു ചെറിയ ഈ പറയുന്ന പോലെ മാർക്കറ്റിംഗ് ടൂൾ ഉണ്ടാക്കേണ്ട പദ്ധതിയാണ് ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന കണ്ണൂരിൽ നടക്കുന്നത്.